ബ്രിട്ടീഷ് ഭരണകാലത്ത് പാട്ടത്തിന് കൊടുത്ത് ഇപ്പോൾ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് നൽകണമെന്ന് മുൻമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആദിവാസികളെ സന്ദർശിച്ച് പിന്തുണയറിയിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ ഭൂമി നൽകാമെന്ന് ഉറപ്പു നൽകിയതാണ്. 4 മാസം കഴിഞ്ഞിട്ടും കളക്ടർ കരാർ പാലിക്കുന്നില്ല. സമരം പൊളിക്കാൻ വേണ്ടി 10 സെന്റ് വീതം കൊടുത്തു എന്ന് പറയുന്നു. ഒരേക്കറിൽ കൂടുതൽ ഭൂമി ആദിവാസികൾക്ക് കൊടുക്കണമെന്ന സുപ്രീംകോടതി വിധി നടപ്പിലാക്കുന്നില്ല. പാട്ടകാലാവധി കഴിഞ്ഞ തോട്ടം ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്തതിന് UDF ഭരണകാലത്ത് ഉദാഹരണമുണ്ട്. ആറളം സുഗന്ധഗിരി എസ്റ്റേറ്റ് പോലെ 100 വർഷത്തെ പാട്ടകാലാവധി കഴിഞ്ഞിട്ടും ഭൂമി പിടിച്ചെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ആദിവാസി സമരം ന്യായമാണ്. പാവങ്ങളായതുകൊണ്ടാണ് ആദിവാസി സമരത്തെ സർക്കാർ ഗൌനിക്കാത്തത്. വിഷയം സംബന്ധിച്ച് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. വളരെ മോശമാണ്. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇത്ര ദിവസമായി ഈ സമരം നടത്തി 324 ദിവസം ITDP ഓഫീസിൽ, ഇവിടെ ഇപ്പൊ 24 ദിവസം. ഈ പാവങ്ങൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ ഈ സമരം നടക്കുന്നത്. ഇവരുടെ ഈ കാര്യത്തിൽ കളക്ടർ കൊടുത്ത് ഉറപ്പ് പാലിക്കാത്തത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഈ പാവങ്ങൾ നടത്തുന്ന ഈ സമരത്തോടെ ഗവൺമെന്റ് അനുഭാവപൂർവ്വമായി പരിഗണിച്ച് ഭൂമി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് അടക്കമല്ല ആ സാഹചര്യത്തിൽ ഇത് അവിടെ ചർച്ച വന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, ഈ പാവങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ്. പക്ഷെ സ്വാഭാവികമായും ഇവർ നിലമ്പൂരുകാരായതുകൊണ്ട് അത് അവർ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. വാസുവേട്ടന്റെ പേരിൽ UAPA ചുമത്തണം. ഗുണവാസു ആണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നത്. അദ്ദേഹം അർബൻ നക്സലാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്കൊരു റിപ്പോർട്ട് വന്നു. അദ്ദേഹത്തിന് എനിക്കൊരു റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് തരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ UAPA ചുമത്തണം. ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്. എനിക്ക് വാസുവിനെ അറിയാം, വാസുവേട്ടനെ അറിയാം. കോഴിക്കോടൊക്കെ പണ്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പോയപ്പോഴൊക്കെ എനിക്ക് യൂത്ത് കോൺഗ്രസ് കാലഘട്ടമൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ സമൂഹത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ജയിലിൽ നിരാകാരമൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. UAPA 95 വയസ്സുണ്ട്, 90 വയസ്സുണ്ടാകും. UAPA 90 അടുക്കുന്നു. അന്ന് UAPA ചുമതല ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഉബൈദുള്ള MLA, UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, ഗ്രോവാസു MK മൂസിൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.